കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൊണ്ടാഴി കെട്ടിലപ്പാടം പാടശേഖരത്തിലേക്ക് ജലസേചനം ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രൗഢമായി. കൊണ്ടാഴി 5-ാം വാർഡിൽ ഗണപതി ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ആ താല്പര്യം എന്നോടൊപ്പം തന്നെ പ്രകടിപ്പിക്കുകയും കാർഷിക മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള മുൻഗണന നൽകും. ഭരണസമിതിയിൽ ഒരംഗം പോലും വ്യത്യസ്ത അഭിപ്രായമില്ലാതെ തീരുമാനിക്കപ്പെടുകയും ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തി വന്നിട്ടുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്കറിയാം. കൃഷിക്കാർക്ക് നൽകുന്ന ധനസഹായം എന്ന നിലയിലായിരുന്നു. സ്ഥിരം കൃഷിക്ക് ധനസഹായം നൽകുക എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തി വന്നത്. പക്ഷേ ഞങ്ങൾ ആദ്യം കർഷകരുടെ അഭിപ്രായം ആരായുന്നതിന് വേണ്ടി അവർ പറഞ്ഞത് ഒട്ടേറെ ഏക്കർ ഭൂമി ജലസേചന സൗകര്യമില്ലാതെ ഒപ്പൂവലായോ അല്ലെങ്കിൽ തീർത്തും കൃഷി ഉപേക്ഷിച്ചോ നമ്മുടെ ബ്ലോക്ക് പരിധിയിലെ പല പ്രദേശങ്ങളിലും കിടക്കുന്നുണ്ട് എന്ന അഭിപ്രായം സ്വാഭാവികമായും കർഷകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് മായന്നൂർ ഡിവിഷൻ അംഗം PM മനീഷ് അധ്യക്ഷനായിരുന്നു. എന്തെങ്കിലും വരാഞ്ഞ മോശമായി പറഞ്ഞപ്പോൾ ആൾ 2-3 കുടം പാത്രം കേട്ട് വരും. അവർ ചോദിച്ചിട്ട് എന്താ സംഭവിച്ചു? പാടത്ത് കൃഷി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആകെ കാശൊക്കെ പോയി ആകെ പ്രശ്നമാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥമായ ഒരു ചിത്രം. അങ്ങനെയാണ് ശരവണേട്ടൻ ഉൾപ്പെടെ രാധേട്ടൻ ഉൾപ്പെടെയുള്ള ഈ പാടശേഖരത്തിലെ ആളുകൾ ഈ വിഷയം പറയുന്നത്. ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഒട്ടനവധി പ്രതിസന്ധികൾ ഇതിനകത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു വർഷം മുന്നേ ഇത് പൂർത്തീകരിച്ച് പോകേണ്ടതായിരുന്നു. ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിൻ്റെ നടുവിലുള്ള ഇറിഗേഷൻ, 2 നമുക്ക് കിണർ അവിടുത്തെ മോട്ടർ സ്ഥാപിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം കഴിഞ്ഞ് മാസങ്ങളോളം ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികളുണ്ടായി. ഒരു പേര് പറയാതെ പോകാൻ സാധിക്കില്ല. ശരവണേട്ടൻ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ, നിഷയേക്കാൾ കൂടുതൽ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരു ജോലി ചെയ്ത ആളാണ്. സ്ഥിരമായി രാവിലെ എന്നെ വിളിച്ചുണർത്തുകയും ഒരു ദിവസം 3-4 മിസ് കോൾ ശരവണേട്ടൻ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ ഫോൺ എടുക്കാതെ പോയാൽ, കാരണം അതിൻ്റെ ഒരു നിയമപരമായ പ്രശ്നങ്ങൾ. അവസാനം ഞാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വീഡിയോയിൽ വന്ന് ഇവിടെ KSEB AXCയോടും AEയോടും കയർക്കേണ്ട ഒരു ഘട്ടം വരെ നമ്മൾ എത്തിയിട്ടാണ് ഇത് പൂർത്തീകരിക്കപ്പെടാൻ നമുക്ക് സാധിക്കും. കൊണ്ടാഴി 5-ാം വാർഡ് അംഗവും ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സണുമായ V നിഷമോൾ, വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻ വീട്ടിക്കുന്ന്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ADA വിനേഷ്, കെട്ടിലപ്പാടം പാടശേഖര സമിതി പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, സെക്രട്ടറി ശരവണൻ, ജോയിന്റ് സെക്രട്ടറി PG ബാലു, ട്രഷറർ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. CCV ന്യൂസ് കൊണ്ടാഴി.